ഗുഡ് മോർണിംഗ്. മാനേജ്മെന്റൽ എക്കണോമിക്സിലത്തെ മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എന്ന ചാപ്റ്റർ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. മൊണോപ്പൊളി എന്നതിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ ഒരു സെല്ലർ, ഇൻഡിവിജ്വൽ സെല്ലർ മാത്രമുള്ള ആ മാർക്കറ്റ് സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്. ആൾക്ക് മാത്രമേ എൻ്റയർ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആൾ തന്നെയായിരിക്കും പ്രൈസ് ആയിട്ട് അല്ലെങ്കിൽ പ്രൈസ് മേക്കർ ആയിട്ട് വരുന്നത്. ആൾക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് ആൾക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അതിന്റെ ഫീച്ചേഴ്സും അതിന്റെ കൈൻഡ്സും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഗ്രാഫിന്റെ ഒരു പാർട്ട് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ MR കർവും AR കർവും എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. അതിന്റെ ഡിമാൻഡ് കർവ് എന്തായിരിക്കും? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഡിമാൻഡ് കർവ് തന്നെയായിരിക്കും AR കർവ്. ഡിമാൻഡ് കർവ് AR കർവും പ്രൈസ് കർവും സെയിം ആയിരിക്കും. ആവറേജ് റവന്യൂ ഡിക്ലൈനിങ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയതുകൊണ്ട് MRഉം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. പക്ഷെ MR കർവ് എപ്പോഴും AR കർവിന്റെ താഴേക്ക് എടുക്കണം. കാരണം രണ്ടും ഡിക്ലൈനിങ് ആണ്. പക്ഷെ ഫാസ്റ്റസ്റ്റ് ഡിക്ലൈനിങ് ഏതിനാണ് ഉണ്ടാവുക? മാർജിനൽ റവന്യൂവിനാണ് ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാ കേസസിലും നമ്മുടെ AR കർവിന്റെ താഴെയായിരിക്കണം നമ്മുടെ MR കർവ് എടുക്കേണ്ടത്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ഏരിയയിലേക്ക് കടക്കാണ്. പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മൊണോപ്പൊളി. നമ്മൾ എങ്ങനെയാണ് ഇതിൽ പ്രൈസ് ഔട്ട്പുട്ട്, മൊണോപ്പൊളിയുടെ തിയറട്ടിക്കൽ ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു. ഇനി നമ്മൾ അതിന്റെ ഗ്രാഫിക്കൽ പാർട്ടിലേക്ക് കടക്കാണ്. എങ്ങനെയാണ് മൊണോപ്പൊളിയിലെ പ്രൈസും ഔട്ട്പുട്ടും ഡിറ്റർമൈൻ ചെയ്യുന്നത്? A monopolistic firm has to fix the price and output. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമുക്ക് എന്ത് റൈറ്റ് ഉണ്ടായിരുന്നല്ലോ? ഇൻഡസ്ട്രി നമ്മളോട് പറയും ഇത്ര പ്രൈസിന് വിറ്റോളൂ എന്ന് പറയും. അതിനനുസരിച്ച് വിൽക്കാനുള്ള റൈറ്റ് മാത്രമേ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു ഇൻഡിവിജ്വൽ ഫേമിന് ഉണ്ടായിരുന്നുള്ളൂ. അത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമുക്ക് വിൽക്കാം, പക്ഷെ പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ മൊണോപ്പൊളിയിൽ അങ്ങനെയല്ല. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും എത്ര പ്രൈസിന് വേണമെങ്കിലും വിൽക്കാനുള്ള റൈറ്റ് നമുക്ക് ഏതിൽ കിട്ടുന്നുണ്ട്? മൊണോപ്പൊളിയിൽ കിട്ടുന്നുണ്ട്. സോ they have to fix the price and output. It fixes the price and output in such a way as to get maximum profit. അപ്പൊ അങ്ങനെ നമുക്ക് പ്രൈസും ക്വാണ്ടിറ്റിയും ഒക്കെ ഫിക്സ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോ കമ്പനികളും അവരുടെ പ്രോഫിറ്റ് മാക്സിമം കിട്ടാവുന്ന രീതിയിലുള്ള ഒരു പ്രൈസും ഔട്ട്പുട്ടും ആയിരിക്കും ഫിക്സ് ചെയ്യുക. കാരണം എല്ലാവർക്കും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് തന്നെയാണ്. അപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് എത്ര പ്രൈസിന് വിൽക്കുമ്പോഴാണോ, എത്ര ക്വാണ്ടിറ്റി എത്ര പ്രൈസിന് വിൽക്കുമ്പോഴാണോ, അതാണ് അവര് ഫിക്സ് ചെയ്യുക. The monopolist firm reaches its equilibrium or earn maximum profit only when its MC is equal to MR. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പഠിച്ചോണം തന്നെ. ഒരു മൊണോപ്പൊളിസ്റ്റിക് ഫേമിന്റെയും ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് രണ്ട് കണ്ടീഷൻസ് തന്നെയാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അതിന്റെ MCയും MRഉം ഈക്വൽ ആയിരിക്കണം. MC കർവും MR കർവും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കണം അവരുടെ ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന പോയിന്റ് ആയിട്ട് വരിക. Then second condition is MC curve should cut the MR curve from the below. MC curve MR curve താഴത്തുനിന്ന് വന്നിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അത് തന്നെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ രണ്ട് കണ്ടീഷൻസും. അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. MC curveും MR curveും സെയിം ആയിരിക്കണം. MC curve should cut the MR curve from the below. താഴത്തുനിന്ന് വന്നിട്ട് വേണം MC curveന് MR curve ടച്ച് ചെയ്യാനായിട്ട്. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ ആ പോയിന്റ് ആയിരിക്കും ആ കമ്പനിയുടെ ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന പോയിന്റ് ആയിട്ട് വരിക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത രണ്ട് സെഷൻ ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഷോർട്ട് റൺ ഇക്വിലിബ്രിയമും അതുപോലെ ലോങ് റൺ ഇക്വിലിബ്രിയം. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ 3 എണ്ണം പഠിച്ചു. മാർക്കറ്റ് പീരീഡിന്റെ പഠിച്ചു, ഷോർട്ട് പീരീഡിന്റെ പഠിച്ചു, ലോങ് പീരീഡിന്റെ പഠിച്ചു. ഇവിടെ നമുക്ക് മാർക്കറ്റ് പീരീഡിന്റെ പഠിക്കാനില്ല. ഷോർട്ട് പീരീഡും ലോങ് പീരീഡാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഒന്നാമത്തേതായ ഷോർട്ട് പീരീഡിന്റെ നോക്കാം. ഷോർട്ട് റൺ ഇക്വിലിബ്രിയം അണ്ടർ മൊണോപ്പൊളി. ഷോർട്ട് പീരീഡ് ആണെങ്കിൽ ഷോർട്ട് റണ്ണിൽ എങ്ങനെയാണ് ഒരു മൊണോപ്പൊളിയിലെ പ്രൈസ് ഫിക്സേഷൻ നടത്തുക, ഔട്ട്പുട്ട് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. During short run, a monopolist can increase his output only with the existing plant and machinery. അത് നമ്മൾ ഷോർട്ട് റണ്ണിന്റെ കോമൺ ഫീച്ചർ ആണ്. ഷോർട്ട് റണ്ണിലാണെങ്കിൽ നമുക്ക് അധികം സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ പുതിയ പ്ലാന്റും മെഷീനറി ഒന്നും വാങ്ങാനായിട്ട് പോവില്ല. ഇപ്പം നമ്മുടെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് പ്ലാന്റ്സ് മെഷീനറീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ടേ നോക്കുള്ളൂ. അത് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും പഠിച്ചിട്ടുണ്ട്. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ഷോർട്ട് റണ്ണിന്റെ പെക്യൂലിയർ ഫീച്ചർ ആണ് അത്. പുതുതായിട്ടൊന്നും വാങ്ങില്ല. ഉള്ളത് തന്നെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സപ്ലൈ കൂട്ടാനാണ് ശ്രമിക്കുക.
He cannot install new machinery and expand output. The profit of the monopolist will be maximum at the equilibrium point. അത് നമുക്കറിയാം, ഒരു monopolistic firmന് maximum profit earn ചെയ്യാൻ പറ്റാവുന്ന ഒരു point എന്ന് പറയുന്നത് അതിന്റെ equilibrium point ആയിരിക്കും. So long as MR is higher than MC, it is profitable for the monopolist to go on expanding his output and sales. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആൾക്ക് എത്ര വേണമെങ്കിലും പ്രൈസ് ഫിക്സ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ MR MC-നേക്കാൾ കൂടുതലാണെങ്കിൽ, മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ മോണോപ്പൊളിസ്റ്റ് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. വീണ്ടും പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. കാരണം കോസ്റ്റ് റവന്യൂ എന്ന് പറയുന്നത് കോസ്റ്റിനേക്കാൾ താഴെയാണ്. MR is higher than MC. മാർജിനൽ റവന്യൂ MC-നേക്കാൾ കൂടുതലാണെങ്കിൽ, so long as MR is higher than MC, it is profitable for the monopolist to go on expand his output and sales. എത്ര വരെയാണോ MR MC-നേക്കാൾ കൂടുതലാണെങ്കിൽ ആൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം, ആൾക്ക് ഇങ്ങനെ ഔട്ട്പുട്ട് കൂട്ടി കൊണ്ടുപോവാം. As the monopolist firm goes on expanding the output, slowly the MC would rise and MC become equal to MR. അങ്ങനെ ഇയാൾക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ MR ആണ് മുകളിൽ നിൽക്കുന്നത്, MC മാർജിനൽ റവന്യൂ കൂടുതലും മാർജിനൽ കോസ്റ്റ് കുറവുമാണ്. അപ്പൊ ആൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം, പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്ത് പോവാം. ഒരു പോയിന്റ് ഇങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്ത് പോകുമ്പോൾ എന്ത് കൂടാനായിട്ട് തുടങ്ങും? MC കൂടാനായിട്ട് തുടങ്ങും. ഒരു പോയിന്റിൽ വെച്ചിട്ട് അയാളുടെ MC-യും MR-ഉം ഈക്വൽ ആവും. അതായിരിക്കും ആളുടെ equilibrium point. At this point, the monopoly firm should stop the further expansion of output because it is the point of equilibrium of the monopolist during a short period. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുമ്പോൾ എന്ത് കൂടാനായിട്ട് തുടങ്ങും? MC കൂടാനായിട്ട് തുടങ്ങും. അങ്ങനെ കൂടി ഒരു പോയിന്റിൽ വെച്ചിട്ട് എന്തുണ്ടാവും? MC-യും MR-ഉം ഈക്വൽ ആവും. ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ MC-യും MR-ഉം ഈക്വൽ ആവുന്നത് ആ പോയിന്റിൽ വെച്ചിട്ട് ആള് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യണം. കാരണം അതാണ് ആളുടെ equilibrium പോയിന്റ്. അതാണ് ആൾക്ക് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റാവുന്ന പോയിന്റ് എന്ന് പറയുന്നത്. If he expand his output further, MC would rise more than MR. The firm has to incur losses. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് MR MC-യും ഇന്റർസെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യണം. പക്ഷെ ആള് സ്റ്റോപ്പ് ചെയ്യാണ്ട് പിന്നെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ആൾക്ക് എന്തുണ്ടാവും? MC MR-നേക്കാൾ മുകളിലേക്ക് പോകാൻ തുടങ്ങും, ആൾക്ക് നഷ്ടമുണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇയാൾ പ്രൈസും ഔട്ട്പുട്ടും ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. MR MC-നേക്കാൾ മുകളിലാണെങ്കിൽ ആൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം, വീണ്ടും കൂടുതൽ ക്വാണ്ടിറ്റി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അങ്ങനെ നമ്മളിങ്ങനെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് എക്സ്പാൻഡ് ചെയ്യും തോറും MC കൂടാനായിട്ട് തുടങ്ങും. ഒരു പോയിന്റിൽ വെച്ചിട്ട് MC-യും MR-ഉം ഈക്വൽ ആവും. ആ പോയിന്റ് ആണ് ആ കമ്പനിയുടെ equilibrium പോയിന്റ് എന്ന് പറയുന്നത്. equilibrium പോയിന്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ MC-യും MR-ഉം ഇന്റർസെക്ട് ചെയ്യുന്നത് അവിടെ വെച്ച് എന്ത് ചെയ്യണം? ആ കമ്പനി പ്രൊഡക്ഷൻ നിർത്തണം. പിന്നെയും വീണ്ടും ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പാടില്ല. ആള് പിന്നെയും എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? MC MR-നേക്കാൾ മുകളിലേക്ക് പോകും. മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിന്റെ താഴെയായിട്ട് വരും. അപ്പൊ ആൾക്ക് എന്തുണ്ടാവും? നഷ്ടമുണ്ടാവും. കോസ്റ്റ് കൂടുതലും റവന്യൂ കുറവുമാകും, കമ്പനിക്ക് നഷ്ടമുണ്ടാവും. അപ്പൊ ഈ രീതിയിൽ വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. ഒരു മോണോപ്പൊളിസ്റ്റ് ഫേം പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കാനായിട്ട് എന്ത് നോക്കിയിട്ട് വേണം? MR-ഉം MC-യും നോക്കിയിട്ട് വേണം. MR മുകളിലാണെങ്കിൽ കുഴപ്പമില്ല, മുന്നോട്ട് പൊക്കോളൂ. രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്താൽ അപ്പൊ തന്നെ അവിടെ എന്ത് ചെയ്യുക? പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യണം. അതായിരിക്കും ആളുടെ equilibrium പോയിന്റ്. അപ്പൊ ഈ രീതിയിൽ വേണം നമ്മൾ ഡിസിഷൻ എടുക്കാനായിട്ട്. ഇനി ഡ്യൂറിങ് ഷോർട്ട് പീരീഡ് നമുക്ക് മെയിൻ ആയിട്ടും 3 ഗ്രാഫുകളാണ് പഠിക്കാനുള്ളത്. പ്രോഫിറ്റിന്റെ ഒരു ഡയഗ്രാം പഠിക്കാനുണ്ട്, നോ പ്രോഫിറ്റ് നോ ലോസിന്റെ ഒരു ഡയഗ്രാം പഠിക്കാനുണ്ട്, ലോസിന്റെ ഡയഗ്രാം പഠിക്കാനുണ്ട്. 3 ഗ്രാഫുകൾ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കണം. ഒരു കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഡയഗ്രാം പഠിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ MR MC-നേക്കാൾ മുകളിലാണെങ്കിൽ നമുക്ക് എന്തായാലും പ്രോഫിറ്റ് ഉണ്ടാവും, ആ ഡയഗ്രാം പഠിക്കണം. പ്രോഫിറ്റും ലോസും ഉണ്ടാക്കാത്ത ഒരു പോയിന്റ് ഉണ്ട്, ആ ഡയഗ്രാം പഠിക്കണം. ലോസ് ഉണ്ടാക്കുന്ന ഡയഗ്രാം പഠിക്കണം. അപ്പോൾ ഷോർട്ട് റണ്ണിൽ തന്നെ 3 ഡയഗ്രാംസ് ഉണ്ട്, നമുക്കത് 1 by 1 ആയിട്ട് പഠിക്കാം.